അൻപാണ് നമ്മ ജബ്ബാർ അലി സാഹിബ്, മോട്ടോർ സുന്ദരം പിള്ളൈ, CU മുജീബ്, മോട്ടോർ വെഹിക്കിൾ എക്സ് ഇൻസ്പെക്ടർ താനെ, ഉലകം ചുറ്റും വാലിബൻ SMS മുജീബ് റഹ്മാൻ. இந்த ட்ரெயினில் சுற்றியே இருக்குது. நம்ம பேராசிரியார் டாக்டர் அபூபக்கர், நம்ம வருங்கால அமைச்சர் ஷாஃபி பரம, எங்கிட்ட கேட்டா முக்கிய அமைச்சர். அந்த போஸ்ட் நல்லா இருக்கும். അല്ല, കോയമ്പത്തൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് ഒരു ചെറിയ തമിഴിൻ്റെ ഒരു പൊടി നിന്ന് ഇനി ഞാൻ മലയാളത്തിലോട്ട് വരാം. നേരെ കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി ഓടിച്ചതുകൊണ്ടാണ് തോന്നുന്നത്. അതെ അതെ, ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റേജിൽ തന്നെ രാവത്തർമാരാൽ നിബിഡമാണ് ഈ സ്റ്റേജ്. രാവത്തർമാരെ പറ്റി ഞാൻ പിന്നീട് എൻ്റെ ഇതിലോട്ട് വരാം. ആദ്യം തന്നെ എന്നെ ഈ സ്നേഹാദരങ്ങൾ നൽകിയ MESലെ അംഗങ്ങളെയും പ്രത്യേകിച്ച് കേരിമാജി, ജബ്ബാർ അലി, അബൂബക്കർ സാഹിബ്, MESലെ സ്റ്റാഫ് അംഗങ്ങൾ, യുവ നേതാക്കന്മാരെല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാനൊരു കാര്യം പറയാം, എൻ്റെ സബ്ജക്റ്റ് തന്നെ സെക്കുലാരിസമാണ്. അപ്പോൾ ഷാഫിക്കും വലിയ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. അതുകൊണ്ട് പറയണം, ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തുറന്നു പറയണം, മുസ്ലിം സമുദായം എന്നെ കയറ്റിയിരുത്തിയൊന്നുമല്ല ഇവിടെ നിന്ന്. എല്ലാ അമുസ്ലിമുകളായ എൻ്റെ സുഹൃത്തുക്കളുടെ, ജബ്ബാർ അലിക്ക് അറിയാതെ മാറ്റർ, അവരുടെ പ്രയത്ന ഫലമായിട്ട് കേരള ഫിലിം ചേംബർ പ്രസിഡന്റ് തൊട്ട് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഗവർണിംഗ് കൗൺസിൽ തൊട്ട് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെമ്പർഷിപ്പ് വരെ ഒക്കെ വോട്ടിന്റെ ബേസിസിൽ എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കളുടെ വോട്ടിലാണ് ഞാൻ ജയിച്ചത്. അവരുടെ വോട്ടിലാണ് ജയിച്ചത്. ഒരു മുസ്ലിം സംഘടനയും എന്നെ ഒരു പോസ്റ്റിലോട്ട് നോമിനേറ്റ് ചെയ്തിട്ടില്ല. സംഘടന ഏതായാലും വേണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഈ ഞങ്ങളൊക്കെ ചിലപ്പോൾ TV-യിലൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ അമുസ്ലിങ്ങളായ പല സുഹൃത്തുക്കൾക്ക് ഒരു തോന്നൽ വരും, ഞങ്ങളൊക്കെ വർഗീയവാദികളാണ്. അല്ല, ഞങ്ങൾ വർഗീയവാദികളല്ല. ആ വിഷയത്തിനനുസരിച്ച് ഞങ്ങൾ പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്റ്റാൻഡ് ഇപ്പം ഞങ്ങൾ വ്യക്തമാക്കിയല്ലോ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഹുക്കുമാണി ശ്രീനഗറിൽ നമ്മൾ തോക്കാൻ നിൽക്കുമ്പോൾ ഫസൽ ഗഫൂർ തട്ടിയപ്പുറത്തിട്ട് അവർ ഹിന്ദുവാണ്. ചൗധറാണി ഹൈദരാബാദിൽ പഠിക്കുമ്പോൾ അവരും നമ്മൾ തോക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറത്തിട്ട്. ഡോക്ടർ ഭാസ്കർ തഞ്ചാവൂരുകാരനാണ്. അദ്ദേഹം ഞാൻ DM-ന് ഞാൻ തോക്കും നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഒരു പയ്യനാണ് ഇയാൾ, മിടുക്കനാണ് ഇയാൾ, തോക്കണ്ട. അപ്പം ഇവിടെ വലിയ വർഗീയതയൊന്നുമില്ല. വർഗീയതയൊക്കെ നമ്മുടെ മനസ്സിലാണ്. യഥാർത്ഥത്തിൽ സൈക്കോളജിയിലെ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ടീച്ചർമാരിക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ റൈവലറി, ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ ആര് തമ്മിലാണെന്ന് ചോദിച്ചാൽ മാനസികമായി സഹോദരന്മാർ തമ്മിലാണ്. ദാറ്റ് ഇസ് കോൾഡ് സിബ്ലിംഗ് റൈവലറി. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് മാനസികമായിട്ട് ആരായിട്ടാണ് അസൂയയും കുത്തിത്തിരിപ്പുള്ളതെന്ന് വെച്ചാൽ സ്വന്തം സഹോദരന്മാർ തമ്മിലാണ്. പിന്നെ ഉണ്ടാവാൻ പോണത് നമ്മുടെ സ്വന്തം സമുദായത്തിനുള്ളിൽപ്പെട്ടവർ, അവരായിട്ടാണ് നമുക്ക് മത്സരം. പിന്നെ മറ്റു സമുദായങ്ങൾ വരുള്ളൂ. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ മാറ്റിമറിച്ച് പറയും. വയനാട് സീറ്റ് ഒരു മുസ്ലിമിന് വേണ്ടപ്പെട്ടാണ് നമ്മളൊക്കെ പറയും. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ട് പറയുന്നു? നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കോഴിക്കോട് സീറ്റ് കാലാകാലം അവിടെ നായന്മാരൊന്നുമില്ല. എന്നാലും നമ്മൾ പറയും നായർ സീറ്റാണ്. കാരണം അടിയോടി ആണ് അവിടെ മുമ്പുണ്ടായിരുന്നത്. അതിനു മുമ്പ് ഇപ്പം എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ MP മൂപ്പർ നായരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തങ്ങളവിടെ ഇരുന്നതൊക്കെ കേൾക്കണ്ട്. രാഷ്ട്രീയ നല്ലോണം അറിയണ ആളാണല്ലോ തങ്ങൾ, അല്ലേ? അപ്പോൾ എൻ്റെ ജീവിതത്തിലെ 19 കൊല്ലത്തെ എൻ്റെ പരിചയത്തിൻ്റെ ബേസിസിൽ ഞാൻ പറയുന്നത്, നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ വർഗീയതയില്ല. വർഗീയത വരുന്ന ഒരു ഇഷ്യൂവിൻ്റെ സമയത്ത് മാത്രമേ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയും. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ഹിന്ദുവായിട്ടും ഒരു ക്രിസ്ത്യാനിയായിട്ടൊന്നും ഞാൻ മുട്ടിയിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളായിട്ടും. എന്ത് കാര്യമായാലും വേണ്ടില്ല, പള്ളി കമ്മിറ്റിയുടെ കാര്യമായാലും വേണ്ടില്ല, MES കാര്യമായാലും വേണ്ടില്ല, മറ്റുള്ള കാര്യങ്ങളായാലും കല്യാണത്തിൻ്റെ കാര്യമായാലും വേണ്ടില്ല, ഒക്കെ നമ്മളെ മത്സരം നടക്കുന്നത് നമ്മുടെ ഇടയിലാണ്. പിന്നെ നമ്മൾ വെറുതെ വർഗീയത ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം, വർഗീയത രാഷ്ട്രീയത്തിലാണോ? മീഡിയ കൊള്ളുകൊണ്ട് ഞാൻ പറയണേ, ഇപ്പൊ പലർക്കും വലിയ ഭയം വന്നിട്ടുണ്ട്. എന്താണ് നരേന്ദ്രമോദി വരാൻ പോണ്? എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. നരേന്ദ്രമോദി വന്നാൽ എന്ത് ചുക്ക് നടക്കാനവിടെ? ഇന്ത്യക്ക് ഭരണഘടനയുണ്ട്.
ഇന്ത്യ ഫെഡറൽ സിസ്റ്റമാണ്. മോഡി ഡൽഹിയിൽ ഇരുന്നാൽ കേരളത്തിൽ ഒന്നും നടക്കാൻ പോകില്ല. നടക്കാൻ പോകും കേരളത്തിൽ ഒന്നും നടക്കാൻ പോകില്ല. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ഇതിനു മുമ്പും ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിട്ടില്ലേ? എന്തിനും നടന്നോ? കുഴപ്പമുണ്ടായിരുന്നു. ഇനി കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അഹമ്മദാബാദിലും സൂറത്തിലും ഒക്കെ വലിയ വർഗീയ ആളുകളാണ് വരുന്നത്. ഇതിന്റെ അർത്ഥം ഞാൻ മോഡിക്ക് അനുകൂലമായിട്ട് പറയുന്നതല്ല, ഞാൻ മോഡിക്കെതിരെ തന്നെയാണ്. മോഡിയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് രാജ്യത്തെ തകർക്കുമെന്നുള്ള അഭിപ്രായമാണ്. പക്ഷെ തകരൂല. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ തെറ്റായ മീഡിയയുടെ സൃഷ്ടിയാണത്. എന്തെന്ന് മോഡി തരംഗമുണ്ടെന്ന്. മോഡി തരംഗമൊന്നുമില്ല. ഇവിടെ തരംഗം ശരിക്കുള്ള എന്താണെന്ന് വെച്ചാൽ ശിവരാജ് ചൗഹാന്റെ തരംഗമുണ്ട്. നിങ്ങൾ ഇതിന്റെ രാഷ്ട്രീയം പഠിക്കണം. മധ്യപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടി ഗ്രൂപ്പിസ്റ്റിന് അതീതമായിട്ട് ഉമാഭാരതിയെയും ബാബുലാൽ ഗവർണറെയും മാറ്റി ഒരു ഭരണം വന്നപ്പോൾ അവരുടെ എന്നിട്ട് കൊണ്ടുവന്നതാണ് ഈ ശിവരാജ് ചൗഹാൻ. ശിവരാജ് ചൗഹാൻ അവിടുത്തെ കംപ്ലീറ്റ് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രമല്ല എല്ലാ സമുദായങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് അവിടെ ജാതി മത വർഗീയത ഒഴിവാക്കിക്കൊണ്ട് അയാളോട് ഭരിച്ചു, മുഖ്യമന്ത്രിയായിട്ടു. അതുകൊണ്ട് അയാളെ മൂന്നാമത്തെ തവണ ഭരിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മിടുക്കാണ്. ഛത്തീസ്ഗഡിൽ രാമൻ സിംഗ് അയാൾ കോൺഗ്രസ്സുകാരനോ ഒരു കുഴപ്പമൊന്നുമില്ല. അവിടെ ഇത് തന്നെ അജിത് ജോഗിയുടെ മോശമായിട്ട് ദുർബലമായിട്ടുള്ള ഭരണം അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരായിട്ട് വന്നതാണ്. അവിടെ ഒരു ഹിന്ദുത്വം അവിടെ ഇല്ല. അവിടെ എന്ത് ഹിന്ദുത്വം ഉള്ളത്? ഈ പറഞ്ഞ രാജസ്ഥാനിൽ വസുന്ധര രാജെ ഞങ്ങൾ MESന്റെ സമ്മേളനം നടത്തിയല്ലോ. അവിടെ നമ്മൾ പലരും രാജസ്ഥാനിൽ പോയതാ. അന്ന് 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് രാജസ്ഥാനിലെ സകല മുസ്ലിമുകളും നമ്മളോട് പറയുന്നുണ്ട് എന്തെന്ന് ഇവർ തോറ്റ് തൊപ്പിടുന്നു. അശോക് ഗെഹ്ലോട്ട് തോറ്റ് തൊപ്പിടും എന്ന് 13 മുസ്ലിം MLA രാജസ്ഥാനിൽ ഇരിക്കുന്നു പറയാനുണ്ട് തോക്കുന്നു. അവര് പോലും അനുകൂലമല്ല. പിന്നെന്ത് ചെയ്യും? അപ്പൊ ദുർഭരണങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തിനെ മീഡിയ മോഡി തരംഗം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ശരിക്കും പഠിക്കണം കാര്യങ്ങൾ. ഗുജറാത്തിൽ മോഡി തരംഗം ഉണ്ടാവും. അതിനപ്പുറത്ത് ഒരു തരംഗവും മോഡിയുടെ ഉണ്ടാവാൻ പോണില്ല. മോഡിയുടെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ഇന്ത്യയിൽ നടക്കാനും പോണില്ല. കാരണം മോഡി ഇനി ഭരണത്തിൽ കയറിയാൽ തന്നെ അത് പ്രാദേശിക പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി മാത്രമായിരിക്കും. പഴയ NDAയുടെ ഗതി തന്നെ അതിനുണ്ടാവും. NDA കാലത്തല്ലേ MES മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. അന്ന് സുഷമ സ്വരാജ് ആയിരുന്നല്ലോ ഹെൽത്ത് മിനിസ്റ്റർ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഞാൻ തന്നെ നേരിട്ട് സുഷമ സ്വരാജിനെ പോയി കണ്ട് പല കാര്യങ്ങളും സാധിച്ചിട്ടുണ്ടാക്കാമല്ലോ. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇനി വന്നാൽ തന്നെ ഒന്നും സംഭവിക്കാനും പോണില്ല. വന്നാൽ തന്നെ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ ഈ അടുത്ത് നടത്തി ഞാൻ പ്രസംഗിക്കണമായിരുന്നില്ല, മോഡി പ്രസംഗിക്കണ ഭയങ്കര ഒരു വിവരമില്ല മോഡിക്ക്. ശ്യാമാ പ്രസാദ് മുഖർജി ഹിന്ദുത്വയുടെ പിതാവാണ് ഇന്ത്യയിൽ. ഞാൻ അയാളെ പറ്റി ഒരു ബയോഡാറ്റ പറഞ്ഞുതരാം. ഈ ശ്യാമാ പ്രസാദ് മുഖർജി അശുതോഷ് മുഖർജി കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന അശുതോഷ് മുഖർജിയുടെ മകനാണ്. 33-ാമത്തെ വയസ്സിൽ ശ്യാമാ പ്രസാദ് മുഖർജി കൽക്കട്ട യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി. അദ്ദേഹം അസംബ്ലിയിൽ മെമ്പറായി. അദ്ദേഹം ബംഗാൾ ക്യാബിനറ്റിൽ മെമ്പറായി. അദ്ദേഹത്തിന്റെ മിടുക്ക് കണ്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെയും അംബേദ്കറെയും കേന്ദ്രമന്ത്രിസഭയിലേക്ക് ക്ഷണിച്ചു. അവർ കോൺഗ്രസ്സുകാരായിരുന്നില്ല. ഇതിനിടയിൽ വെച്ചിട്ട് അവിടെ അദ്ദേഹം കോൺഗ്രസുമായി തെറ്റിയിട്ട് പണ്ട് തന്നെ അദ്ദേഹം ഹിന്ദു മഹാസഭക്കാരനായിരുന്നു. അദ്ദേഹം കോൺഗ്രസുമായിട്ട് തെറ്റിയിട്ട് RSSന്റെ നിർദ്ദേശപ്രകാരം ജനസഭ ഉണ്ടാക്കി. ആ മോഡിയെ പറ്റിയിട്ട് ആ ശ്യാമാപ്രസാദ് ഹിന്ദുത്വയുടെ പിതാവിനെ പറ്റിയിട്ട് ഗുജറാത്തിൽ ജനിച്ച ശ്യാമാപ്രസാദ് വർമ്മയാണെന്ന് പറഞ്ഞാലാണ് ഈ മോഡി. അങ്ങനെയുണ്ട്. PK അബ്ദുൽ ഗഫൂർ ആരാന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഈ സ്റ്റേജിൽ കയറിയിരിക്കുന്നു. അപ്പൊ ഇനിയും ഇതുമാതിരി പല ബ്ലണ്ടറുകളും ഭരണത്തിൽ എത്തുമ്പോഴല്ലേ അറിയുള്ളൂ. ഇന്ത്യ ഭരിക്കാന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ഭരിക്കുന്ന കാര്യമൊന്നല്ല. ഇന്ത്യ ഭരിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരുപാട് ജാതി മത സമവാക്യങ്ങൾ അറിയാനുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി ഒരു കുഴപ്പമില്ല, അല്ല പ്രധാനമന്ത്രിയാക്കി ഒരു കുഴപ്പമില്ല, നമ്മൾ സ്വീകരിക്കുന്നു. ഇതല്ല അതോട് തീർന്നിട്ടല്ലോ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് വലിയ ഭയപ്പെടേണ്ട കാര്യമായിട്ടൊന്നും ആരോടെ കാണേണ്ട ആവശ്യമില്ല. ഇത് കോൺഗ്രസിന്റെ അല്ല, ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരുടെ വിജയമാണ് ഈ വിജയം. കഴിഞ്ഞ ഇലക്ഷൻ അവരുടെ മികവിന്റെ ഇതാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസിന് പ്രാദേശിക നേതാക്കന്മാരില്ലാതായിട്ട് ഉള്ള പ്രാദേശിക നേതാക്കന്മാരെ ഇല്ലാതാക്കേണ്ട പണിയും നോക്കി. മമതാ ബാനർജി, ശരത് പവാർ, ജഗൻമോഹൻ റെഡ്ഡി എല്ലാം കോൺഗ്രസിന്റെ ആൾക്കാരായിരുന്നില്ലേ? അവരെല്ലാം ഇല്ലാതാക്കി തീർന്ന്. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യം. ഞാനതിൽ തുടങ്ങി. ഏതായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഇന്നലത്തെ സംഭവങ്ങൾ പറയണമല്ലോ, അല്ലാതെ പഴയ ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഞാൻ എൻ്റെ വിഷയത്തിലൂടെ കിടക്കുകയാണ്. പലപ്പോഴും ഒരുപാട് ടീച്ചർമാരൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അമുസ്ലിമുകളായ സുഹൃത്തുക്കൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളാണ്, ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, അതെന്തോ ശരീഅത്തങ്ങാണ് നടപ്പാക്കേണ്ടത്. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരം ആണ്
നമ്മുടെ ആൾക്കാർ തന്നെ പ്രചരിപ്പിക്കുന്ന മുസ്ലിമുകൾ തന്നെ. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഞാനൊരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നത് 2 ആഴ്ച മുമ്പ്. അപ്പോഴാണ് എനിക്ക് ഈ സബ്ജക്ട് കിട്ടിയത്. അപ്പോൾ ഇന്റർവ്യൂവിന്റെ ചരിത്ര ഇന്റർവ്യൂവിന് ഒരു മുസ്ലിം കയറി പറയണം. അപ്പൊ ഞാൻ വെറുതെ എടുത്തിട്ട് ചോദിച്ചു, അങ്ങനെ എത്ര മുസ്ലിം രാജ്യങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്? അപ്പൊ ഒട്ടുമുക്കാലുമാണ്. 55 56 മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്തുള്ളതിൽ 4 രാഷ്ട്രം മാത്രമുള്ളൂ ഭരണഘടന പ്രകാരം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഞാൻ ഇനി പറഞ്ഞതാ. ഒന്ന് സൗദി അറേബ്യ, അവിടെ ജനാധിപത്യം തന്നെ ഇല്ലല്ലോ, അവിടെ രാജഭരണമാണ് നടക്കുന്നത്. ഇവിടുത്തെ മുജാഹിദികളൊന്നും കുറ്റം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല, അവിടെ ജനാധിപത്യമൊന്നുമില്ല. അവിടെ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ കുറച്ച് ആൾക്കാരൊക്കെ. ഒരു ജനാധിപത്യം അവിടെ ഇല്ല. അവിടെ രാജഭരണമാണ്, അത് ഇസ്ലാമിയമല്ല, ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല രാജഭരണം. ആണെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യാന്ന് പറയട്ടെ. 2, ഷിയായിറ്റ് രാജ്യമായിട്ടുള്ള ഇറാൻ, അത് മുഖ്യധാര ഇസ്ലാമിൽ പെട്ടതല്ല. ഷിയായിറ്റ് ഭരണമാണ് ഇറാനിൽ നടക്കുന്നത്. അപ്പൊ അത് ഒരു ഷിയായിറ്റ് റിപ്പബ്ലിക്കാണ്. അപ്പൊ ഷിയ താല്പര്യങ്ങൾ നോക്കുന്നതാണ്. അതേമാതിരി 2 3 രാഷ്ട്രങ്ങൾ. ഒന്ന് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. പക്ഷെ പാകിസ്ഥാന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. 1947 അസംബ്ലി പ്രൊസീഡിങ്സ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ജിന്ന പുതിയ രാജ്യത്തിന്റെ ഗവർണർ ജനറലായിട്ട് അധികാരം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? യു ആർ ഫ്രീ ടു ഗോ ടു യുവർ മോസ്ക്, യു ആർ ഫ്രീ ടു ഗോ ടു യുവർ ടെമ്പിൾസ്, യു ആർ ഫ്രീ ടു വർഷിപ്പ് whomever you want, because in this nation religion does not play a role. മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് 2 ആഴ്ച മുമ്പ് വരെ, 2-3 ആഴ്ച മുമ്പ് ഇന്ത്യ ടുഡേയിൽ ഓൾ ഇന്ത്യ റേഡിയോന്റെ ട്രാൻസ്ക്രിപ്ഷനുണ്ട്. ആ ജിന്നയോട് മൗലാന മൗദൂദി, ജമാഅത്തെ ഇസ്ലാമിയുടെ പിതാവ്, പോയിട്ട് പറഞ്ഞു, അല്ല നമുക്കിപ്പോ പാകിസ്ഥാനൊക്കെ കിട്ടിയല്ലോ, നമുക്കിതൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കണ്ടേ. ജിന്ന എടുത്തു വയ്ക്കുന്ന പറഞ്ഞു, ഇത് അതല്ല, ഇതിന്റെ എയിം ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ല. ചരിത്ര സംഭവം, ചരിത്രത്തിൽ ഉണ്ടായ ചില തർക്കങ്ങളുടെ ഭാഗമായിട്ട് വേറെ രാജ്യം വന്നു മാത്രമേ. നമ്മൾ ആരും പാകിസ്ഥാൻ ചോദിച്ചതല്ല, അതങ്ങനെ വരേണ്ടി വന്നു, അതുകൊണ്ട് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജിന്ന മൗദൂദി പുറത്തിറങ്ങിയിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇയാളുടെ പേര്, ജിന്നയുടെ പേര് ഖൈദി ആസം, ദ ഗ്രേറ്റ് ലീഡർ. ഖൈദി ആസം അല്ല, ഇയാൾ കാഫറെ ആസമാണ്, ദ ഗ്രേറ്റ് കാഫറാണ് ഇയാൾ പറഞ്ഞു. പിടിച്ച് ജിന്ന അകത്തിട്ട്, അല്ല ജിന്നയല്ല, മൗദൂദിനെ അകത്തിട്ടവർ. ഇസ്ലാമിക രാഷ്ട്രം അന്നും ഉണ്ടായില്ല. ഇസ്ലാമിക രാഷ്ട്രം പാകിസ്ഥാനിൽ വരുന്നത് ജനറൽ സിയാഉൽ ഹക്കിന്റെ കാലഘട്ടത്തിലാണ്. ജനറൽ സിയാഉൽ ഹക്ക് ഭുട്ടോ സെക്കുലറിസ്റ്റ് ആണ്. ഭുട്ടോവിനെ തൂക്കിക്കൊന്നപ്പോ എന്തെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ച സംഭവമാണ് ഈ സോ കോൾഡ് ഇസ്ലാമിക് സ്റ്റേറ്റ്. പക്ഷെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിങ്ങൾ പാകിസ്ഥാൻ ടിവിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനത്തെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഒന്നും അവിടെ ഇല്ല. അവിടെ ഫിലിം ഇൻഡസ്ട്രി ഒക്കെ ഉണ്ട്, ഇവിടുത്തെ കാട്ടും വലിയ ഫിലിം ഇൻഡസ്ട്രി ഉണ്ട്. പാകിസ്ഥാൻ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കരമുണ്ട്. പാകിസ്ഥാനിലെ വനിതാ ന്യൂസ് റീഡേഴ്സ് ഉണ്ട്. പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ബനസീർ ഭൂട്ടോ. അപ്പോ അവിടെ വനിതകൾ അധികാരത്തിലുണ്ട്. പാകിസ്ഥാൻ എന്നൊരു സ്റ്റേറ്റ് മാത്രമാണ് പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് ആയത്. ഇതിന്റെ ഇപ്പുറത്ത് ജിന്നയുടെ വാദങ്ങൾക്കെതിരായിട്ട് തന്നെ, രാഷ്ട്ര വാദത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ബംഗ്ലാദേശ് ഇന്നും ഒരു സെക്കുലർ റിപ്പബ്ലിക്കാണ്. ബംഗ്ലാദേശ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ഇന്ത്യയുടെ ഭരണഘടനമായി തന്നെയാണ് അവിടുത്തെ ഭരണഘടന. അവിടുത്തെ സ്ത്രീകൾക്കുള്ള സ്ഥാനത്തെ പറ്റിയിട്ട് ഞാൻ പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ പോലും ഇത്രയധികം സ്ത്രീകളില്ല. അവിടുത്തെ പ്രധാനമന്ത്രി ഹസീന വാജിദ്, പ്രതിപക്ഷ നേതാവ് കാലിദാസിയ, ആഭ്യന്തരമന്ത്രി ഷൗക്കത്ത ഖാനൂൻ, ഫോറിൻ മിനിസ്റ്റർ ദീപു മോനി, സ്പീക്കർ ഷിറീൻ ചൗധരി, 5 പേരും പെണ്ണുങ്ങളാണ്. അന്ന് ഹസീന വാജിദ് പറഞ്ഞത് നമ്മൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയെന്നാണ്, ലോക ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയധികം എല്ലാ പോസ്റ്റുകളും ഹോൾഡ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പൊ അതൊരു മോഡേൺ റിപ്പബ്ലിക്കാണ്. അവിടെ ഒരു സെൻഗപ്തയുണ്ട് അവിടെ മിനിസ്റ്ററായിട്ട്. അവിടെ മിനിസ്റ്റർമാർ മറ്റുള്ള സമുദായങ്ങളിലുള്ളവരൊക്കെ മിനിസ്റ്റർമാരായിരുന്നു. അപ്പൊ 2ാമത്തെ രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് മുസ്ലിം രാജ്യമാണ് ബംഗ്ലാദേശ്. ഏറ്റവും വലിയ മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. 2 കോടി ജനങ്ങളുണ്ട് അവിടെ. അതൊരു സെക്കുലർ റിപ്പബ്ലിക്കാണ്. നമ്മുടെ മാതിരി അറബി പേരുകളോട് പ്രേമമുള്ള ആൾക്കാരൊന്നുമല്ല അവിടെ ഉള്ളത്. അവർക്ക് അവരുടേതായിട്ടുള്ള പേരുണ്ട്, അവരുടേതായിട്ടുള്ള പേരുകളാണ്. എന്താണ് പേര്? അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പേര്, അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന സ്ത്രീ മേഘാവതി സുകാർണോ പുത്രി. വിചാരിക്കും ഇവിടുന്ന് ആരോ ഇമ്പോർട്ട് ചെയ്ത OBC നേതാവാണ്. അല്ല, അവര് സുകാർണോവിന്റെ മകളാണ്, അവിടുത്തെ പ്രസിഡന്റായവർ. അവരുടെ പേര് സംസ്കൃതത്തിലാണ് മേഘാവതി സുകാർണോ പുത്രി, സുകാർണോവിന്റെ പുത്രി എന്നാണ്. ആ രാജ്യത്ത് ഒരു സ്ത്രീ പ്രസിഡന്റായില്ലേ?
വെറുതെ പ്രസിഡന്റ്, ഡമ്മി പ്രസിഡന്റ്. നമ്മുടെ പ്രതിഭ പട്ടേലിനെ മറ്റേ ഡമ്മി ഒന്നുമല്ല, അവിടെ ഭരിക്കുന്ന പ്രസിഡന്റാ, ഒറിജിനൽ പ്രസിഡന്റ്. ടർക്കിയിൽ ടാൻസി സുലർ, അപ്പൊ ഇതൊരു ഇസ്ലാമിക പേരാണോ അല്ലയോ? ടാൻസി സുലർ എന്നാണ് അവര് അവര് പ്രധാനമന്ത്രിയായി. സെനഗളിൽ പേരെ കേട്ടാ ഭയങ്കര രസമുള്ള പേരുക, മാഡം ബോയ, മുസ്ലിമാ. അവർക്കൊരു കുഴപ്പമൊന്നുമില്ല, അവര് മുസ്ലിമായിട്ട് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടിരുന്നു സെനഗൽ. കിർഗിസ്ഥാനിൽ ഒരു മുസ്ലിം സ്ത്രീ, റോസ ഒസ്പനോവ് എന്തൊരു പേരാണ്, അവര് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം സെക്കുലർ. മലേഷ്യയിൽ പവർ ഷെയറിംഗ് അഗ്രിമെന്റ് ഉള്ള രാജ്യമാണ്. അവിടെ 30% ചൈനക്കാരും ബാക്കിയുള്ള മുസ്ലിമുകൾ, മലയാൾ, അവരുടെ പേരും പറഞ്ഞാൽ അവരുടെ പേര് നമ്മൾ മലയാളി എന്നൊക്കെ പറയണ മാതിരി അവരുടെ പേര് മലയാളല്ല, അവരുടെ പേര് ഭൂമിപുത്രാസ്നം. അവരെ വിളിക്കുന്ന പേര് ഭൂമിപുത്രാസ്നം. ഭൂമിപുത്രകൾക്ക് ഇത്ര സംവരണം. നമ്മൾ പറയുമല്ലോ മണ്ണിന്റെ മക്കൾ, അതൊരു ദ്രാവിഡ വാക്കാണ്, മണ്ണിന്റെ മക്കൾ. അതിന്റെ സംസ്കൃതമാണ് ഭൂമിപുത്ര. ആ ഭൂമിപുത്രനാണ് അവിടുത്തെ പേര്. ഭൂമിപുത്രകൾക്ക് ഇത്ര സംവരണം. ചൈനക്കാർ മുസ്ലിമുകളല്ല, അവർക്ക് ഇത്ര സംവരണം. മലയേസ് എന്ന് പറഞ്ഞാൽ തമിഴന്മാരാണ്, നമ്മ നൻപറുകൾ അല്ലേ, ആ നൻപറുകൾക്ക് ഇത്ര സംവരണം. അവിടെ സുഖമായിട്ട് ഈ രാജ്യം മലയാള രാജ്യം എത്ര വർഷമായിട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതൊരു സെക്കുലർ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ മനസ്സിലായല്ലേ ഇങ്ങനത്തെ ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല. ഇനി ഈ വശത്തോട്ട് വന്നാൽ അറബ് രാജ്യങ്ങൾ നമുക്കറിയാം. പിന്നെ ഈ 20 കോടി ഇന്തോനേഷ്യയിലും 5 കോടി മലേഷ്യയിലും 15 കോടി ബംഗ്ലാദേശിലും 10-12 കോടി പാകിസ്ഥാനിലും ബാക്കി 10-15 കോടി ഇന്ത്യയിലൊക്കെ കഴിച്ചാൽ പിന്നെ ബാക്കി ആരവിടെ മുസ്ലിമായിട്ടുള്ളത്? പിന്നുള്ള അറബ് രാഷ്ട്രങ്ങളിലാണ്. ആ അറബ് രാഷ്ട്രത്തെ പറ്റി ചിന്തിക്കുകയാണ്. നമുക്കൊരു തെറ്റായതെന്ന് ഈ നിതാക്കത്ത് ടീമാണെന്ന് നമ്മുടെ ധാരണ. നിതാക്കത്ത് ടീമൊന്നുമല്ല. അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ മഗ്‌രിബിലെ രാഷ്ട്രങ്ങളാണ് മുഖ്യ അറബ് രാഷ്ട്രങ്ങൾ. അതായത് ഈജിപ്റ്റ്, ലിബിയ, ഇറാഖ്, ഇതൊക്കെയാണ് വലിയ അറബ് രാഷ്ട്രങ്ങൾ. അവരാണ് വലിയ അറബ് രാഷ്ട്രങ്ങൾ. സൗദി അറേബ്യയിൽ വെറും 3 കോടി ജനങ്ങൾ, കേരളത്തിലെ പോപ്പുലേഷൻ പോലും സൗദി അറേബ്യയിലില്ല. ഈ വലിയ അറബ് രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയം പഠിക്കണം നമ്മൾ. ഇവര് കൊളോണിയലിസം വിമുക്തമായതിനു ശേഷം അവരാരും ഇസ്ലാമിക രാഷ്ട്രമൊന്നും പ്രഖ്യാപിച്ചില്ല. അവർ പ്രഖ്യാപിച്ചത് എന്താണ്? അറബ് സോഷ്യലിസം. അതിന് 2 പേരുണ്ട്, ബാത്തിസം അല്ലെങ്കിൽ നാസറിസം. ബാത്ത് എന്ന് പറഞ്ഞാൽ അറബ് നാഷണലിസം. ആ അറബ് നാഷണലിസത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്നത് മൈക്കൽ അഫ്ലക്ക് എന്ന ഒരാളാണ്. അയാൾ ക്രിസ്ത്യാനിയാണ്. അതേമാതിരി തന്നെ അതിൽപ്പെട്ട ബാത്തിൽപ്പെട്ട ആളാണ് താരിഖ് അസീസ്. അയാളും ക്രിസ്ത്യാനാണ്. ഇറാഖിന്റെ വിദേശമന്ത്രിയായിരുന്നു. അയാളും ക്രിസ്ത്യാനിയാണ്. അപ്പൊ അവിടെ വർഗീയതയും ജാതി മതമൊന്നുമില്ലല്ലോ. അവിടെ എന്തല്ലേ മുസ്ലിം. ഈജിപ്തിനെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നാസറിന്റെ കാലഘട്ടത്തിൽ സെക്കുലർ റിപ്പബ്ലിക്കാണത്. നാസറിന്റെ കാലഘട്ടത്തിൽ, ഹൊസ്നി മുബാറക്കിന്റെ കാലഘട്ടത്തിൽ, അൻവർ സാദത്തിന്റെ കാലഘട്ടത്തിലൊന്നും ആ സെക്കുലർ റിപ്പബ്ലിക്കിനൊന്നും പറ്റിയില്ല. അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് വന്നു. അത് രാഷ്ട്രീയമാണ്. അതവിടെ വന്നത് വേറെ വിഷയമാണ്. അത് അവിടെ രാഷ്ട്രീയത്തെ അട്ടിമറിച്ചുകൊണ്ട് സ്വച്ഛാധിപതികൾ അധികാരത്തിൽ വന്നു. അവരെ ജനം നീക്കിപ്പോകും. മുല്ലപ്പൂ വിപ്ലവത്തിലൂടെ അവരെ പലരെയൊക്കെ നീക്കി. പക്ഷെ അവരെ ആ തത്വശാസ്ത്രം, അറബ് സോഷ്യലിസം എന്ന് പറയുമ്പോൾ മതനിരപേക്ഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഭവം. ആ മുസ്ലിങ്ങളായ എൻ്റെ സുഹൃത്തുക്കളുടെ അറിവിന് വേണ്ടി പറയണം. ഞാൻ ഈ കിതാബൊന്നും ഞാൻ അധികം പറയാറില്ല. കാരണം കിതാബ് ഉദ്ധരിച്ച് കഴിഞ്ഞാൽ പിന്നെ പണ്ഡിതന്മാരും ഓടി വരും. അത് ഞങ്ങൾ പറയണ്ടാണ്, നിങ്ങൾ പറയണ്ടാവുന്ന. പക്ഷെ ഞാൻ പറയണ ഒരൊറ്റ വാക്കും അവർക്ക് ചാലഞ്ച് ചെയ്യാനും പറ്റും. റസൂൽ മുഹമ്മദ് നബി, അദ്ദേഹത്തിന് ക്രൈസ്തവ ഭാര്യമാരുണ്ട്. ഒരു ഭാര്യ, ക്രൈസ്തവ ഭാര്യ. ജൂതമതത്തിൽപ്പെട്ട ജുവരിയും സഫിയും ഭാര്യമാരായിരുന്നു. എന്തുകൊണ്ടാ? ദ പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ ഏകദൈവ വിശ്വാസികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാം. ഇനിയിപ്പോൾ ഇവിടെ ആരും അതിനെ കൊണ്ട് ആവേശം കൊള്ളണ്ട. ഇതല്ലേ സ്കൂളിൽ കുറെ ടീച്ചർമാരും കുറെ MES മാനേജ്മെന്റ് കൊള്ളാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, ജൂതമതത്തിൽപ്പെട്ടവരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. അത് കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കിതാബിലുള്ളതൊക്കെ മറ്റുള്ളവരെ കല്യാണം കഴിക്കാം. അവർ മതം മാറണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചങ്ങായിമാർ മതം മാറണ്ട. ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, കല്യാണം കഴിക്കാം. ഇവിടുത്തെ നമ്മുടെ കേന്ദ്ര നേതാക്കന്മാരുടെ ഒക്കെ ഇവിടുന്ന് കെട്ടിയെന്നൊക്കെ നമുക്ക് എല്ലാം അറിയാലോ. ഞങ്ങളുടെ തന്നെ ഇവിടുത്തെ ഒരു നേതാവിന്റെ ഒരു MP-യുടെ മകൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വിളിക്കുമ്പോ ഒരു പെൺകുട്ടിയെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് ഈ ചങ്ങായി കണ്ടു. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ്. നിങ്ങൾക്കറിയാം പെൺകുട്ടി ആരാന്നുള്ളത്.
അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ട് അവർ പ്രേമിച്ച് പോയ ഇവിടെ ഒരു സംഭവം ഒരു ചുക്കും നടന്നില്ല. MES അവർക്ക് ജോലിയും കൊടുത്തു. അവരുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യണം. അവർ മതം മാറിയിട്ടില്ല, അവരുടെ പേരും മാറിയിട്ടില്ല. എന്തോ ഒരു മൈൻ എന്നാണ് അതിന്റെ പേര്. ഇതല്ലേ അവിടെ കല്യാണം കഴിച്ച് അവിടെ കൂടി. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാം തന്നെ പറയുന്നത് മറ്റുള്ളവരായിട്ട് നിങ്ങൾക്ക് സഹവാസമാവാം, ബന്ധമാവാം, അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ച്. ഇവിടെ ബഹുമാനപ്പെട്ട MLA വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അച്യുതൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. MESന്റെ അഭ്യുദയകാംക്ഷിയായ മികച്ച സാമൂഹിക രാഷ്ട്രീയ നേതൃത്വത്തിനുടമയും ജനസേവകനുമായ ശ്രീമൻ K. അച്യുതൻ MLA അവർകളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഈ പശ്ചാത്തലമുള്ള ഇസ്ലാമിക് ഖുറാന്റെ ഈ പശ്ചാത്തലമുള്ളത് കൊണ്ട് കോപ്റ്റിക് ക്രിസ്ത്യൻസ്, ഈജിപ്തിലെ ക്രിസ്ത്യാനികളുടെ പേര് കോപ്റ്റിക് ക്രിസ്ത്യൻസ് ആണ്. അവർ ഓർത്തഡോക്സ് ചർച്ചിൽ, റോമൻ കാത്തലിക് അല്ല, അവർ ഓർത്തഡോക്സ് ചർച്ചിൽ പെട്ടവരാണ് കോപ്റ്റിക് ക്രിസ്ത്യൻസ്. ആ കോപ്റ്റിക് ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു പെണ്ണ് മറിയം, ആ മറിയത്തിലാണ് റസൂലിന് ഒരു പുത്രൻ ഉണ്ടായത്, ഇബ്രാഹിം. ആ പുത്രൻ മരിച്ചുപോയി. നിങ്ങൾ പഠിക്കാം, ഫസൽ ഗഫൂർ വെറുതെ ഇതൊക്കെ ഒന്ന് അടിച്ചു വിടണമല്ലേ എന്നുള്ളത്. ഇബ്രാഹിം എന്നാണ് പേര്. അപ്പൊ മറിയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മറിയ തന്നെ മേരി,
ನಮ್ಮ ಜಬ್ಬಾರ್ ಮೋಟಾರ್ ಸುಂದರ ಸಿಇಒ ಮುಜೀಬ್ ಎಕ್ಸ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ತಾನೆ ತಾಲಿಬನ್ ಎಸ್ಎಂ ട്രെയിനിൽ ഡോക്ടർ അബൂബക്കർ നമ്മ വരുംകാല ഷാഫി പറഞ്ഞു എങ്കിട്ട കേട്ട നല്ല இருக்கும் കോയമ്പത്തൂരിൽ നിന്ന് വരുന്നോണ്ട് ഒരു പൊടി നിന്ന് ഇനി ഞാൻ മലയാളത്തിലോട്ട് നേരെ കുഴപ്പമാണ്. അതെ അതെ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ രാവത്തർമാരാൽ നിബിഡമാണ് ഈ സ്റ്റേറ്റ്. രാവത്തർമാരെ പറ്റി ഞാൻ പിന്നീട് ഈ സ്നേഹാദരങ്ങൾ MESലെ അംഗങ്ങൾ, പ്രത്യേകിച്ച് കേരിമാജി, ജബ്ബാർ അലി സാഹിബ്, MESലെ യുവ നേതാക്കന്മാരെല്ലാം രേഖപ്പെടുത്തിയാണ്. കാരണം എൻ്റെ സബ്ജക്റ്റ് തന്നെ സെക്കുലാരിസമാണ്, പക്ഷെ ആ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് പറയണേ, എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തുറന്ന് മുസ്ലിം സമുദായം എന്നെ കയറ്റിയിരുത്തിയൊന്നുമല്ല ഇവിടെ നിന്ന്. ഞാൻ അമുസ്ലിമുകളായ എൻ്റെ സുഹൃത്തുക്കൾ, ജബ്ബാർ അലിക്ക് അറിയാതെ പ്രയത്ന ഫലമായിട്ട് പ്രസിഡന്റ് തൊട്ട് കേരള ഗവർണിംഗ് കൗൺസിൽ തൊട്ട് ഇന്ത്യൻ മെഡിക്കൽ വരെ ഒക്കെ വോട്ടിന്റെ ബേസിൽ എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കളുടെ വോട്ടിലാണ്, അവരുടെ വോട്ടിലാണ്. ഒരു മുസ്ലിം സംഘടനയും എന്നെ ചെയ്തിട്ടില്ല. അപ്പോ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഇപ്പൊ ടി വിയിലൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് ഒരു തോന്നൽ വരും, ഞങ്ങൾ വർഗീയവാദികളല്ല, അനുസരിച്ച് ഞങ്ങൾ പ്രതികരിക്കുന്നു എന്ന് മാത്രമല്ല. ഇപ്പൊ ഞങ്ങൾ വ്യക്തമാക്കിയല്ലോ, അല്ല ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ ശ്രീനഗറിൽ നമ്മൾ പൂർണ്ണ തട്ടിയപ്പുറത്തിട്ട് അവര് ഹിന്ദുവാ. ഹൈദരാബാദിൽ പഠിക്കുമ്പോൾ അവരും അപ്പുറത്തിട്ട്. തഞ്ചാവൂരുകാരനാണ്. ഞാൻ തോക്കും നിൽക്കുമ്പോ അദ്ദേഹം പറഞ്ഞ പയ്യനാണ് ഇയാൾ, മിടുക്കനാണ് ഇയാളെ തോക്കണ്ട. അപ്പൊ ഇവിടെ വലിയ വർഗീയതയൊന്നുമില്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിലാണ്. ഏതാണ്ട് ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ടീച്ചർമാരിക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ ആര് തമ്മിലാണ്? മാനസികമായി സഹോദരന്മാർ തമ്മിലാണ്. സിബ്ലിംഗ് റൈവലറി ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ആരായിട്ടാണ് അസൂയയും കുത്തിത്തിരിപ്പുള്ളത് തമ്മിലാണ്. നമ്മുടെ സ്വന്തം സമുദായം അവരായിട്ടാണ് നമുക്ക് മത്സരം. പിന്നെ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ മാറ്റിമറിച്ച് വയനാട് സീറ്റ് ഒരു മുസ്ലിമിന് വേണ്ടപ്പെട്ടാണ് നമ്മൾ. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കോഴിക്കോട് സീറ്റ് കാലാകാലം എന്നാലും നമ്മൾ പറയും നായർ സീറ്റാണ്, കാരണം ആണ് അവിടെ മുമ്പുണ്ടായിരുന്നത്. അതിനു മുമ്പ് എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ MP ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. രാഷ്ട്രീയം നല്ലോണം അറിയണ ആളാണല്ലോ തങ്ങൾ. അപ്പോ എൻ്റെ ജീവിതം 19 കൊല്ലത്തെ എൻ്റെ പരിചയത്തിന്റെ ബേസ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ വർഗീയത വരുന്ന ഒരു ഇഷ്യൂ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ഹിന്ദുവായിട്ടൊന്നും ഞാൻ മുട്ടിയിട്ടില്ല. പള്ളി കമ്മിറ്റിയുടെ കാര്യമായാലും വേണ്ടില്ല, മറ്റുള്ള കാര്യങ്ങളായാലും കല്യാണത്തിന്റെ നമ്മളെ മത്സരം നടക്കുന്ന നമ്മൾ വെറുതെ വർഗീയത ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം ഇപ്പൊ പലർക്കും വലിയ ഭയം വന്നിട്ടുണ്ട്. നരേന്ദ്രമോദി വരാം. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. നരേന്ദ്രമോദി അവിടെ ഇന്ത്യയിൽ ഇന്ത്യക്ക് ഭരണഘടനയുണ്ട്. ഇന്ത്യ ഫെഡറൽ സിസ്റ്റമാണ്. കേരളത്തിലൊന്നും നടക്കാൻ പോകില്ല.
ഒന്നും നടക്കാൻ പോണില്ല. മധ്യപ്രദേശിലൊക്കെ ഇതിനു മുമ്പും ഭരിച്ചിട്ടില്ലേ? എന്തിനും നടന്നോ? കുഴപ്പമുണ്ടായിരുന്നു. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അഹമ്മദാബാദിലും നടന്നിരുന്നത്. ഇതിന്റെ അർത്ഥം പറയുന്നതല്ല, ഞാൻ മോഡിക്കെതിരെ തന്നെയാണ്. പൊളിറ്റിക്സ് രാജ്യത്തെ പക്ഷെ തകരൂല. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. തെറ്റായ മീഡിയയുടെ സൃഷ്ടിയാണത്. എന്ത് മോഡി തരംഗമൊന്നുമില്ല ഇവിടെ. എന്താണെന്ന് വെച്ചാൽ ശിവരാജ് ചൗഹാന്റെ തരംഗം. ഇതിന്റെ രാഷ്ട്രീയം പഠിക്കണം. ഭാരതീയ ജനതാ പാർട്ടി ഉമാഭാരതിയെയും ബാബുലാൽ ഗവർണർ ഒരു ഭരണം വന്നപ്പോ ആണ് ഈ ശിവരാജ് ചൗഹാൻ. ശിവരാജ് കംപ്ലീറ്റ് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രം ഒന്നിപ്പിച്ചുകൊണ്ട് അവിടെ ഒഴിവാക്കിക്കൊണ്ട് അയാളോട് ഭരിച്ചു മുഖ്യമന്ത്രി. അതുകൊണ്ട് ഇത് അയാളെ മൂന്നാമത്തെ തവണ ഭരിച്ചു. അത് എടുക്കാണ്. ഛത്തീസ്ഗഡ് അയാൾ കോൺഗ്രസ്സുകാരനോ ഒരു കുഴപ്പം. അവിടെ ഇത് തന്നെ അജിത് ജോഗിയുടെ മോശമായിട്ട് ദുർബലമായിട്ടുള്ള ഭരണം അല്ലെങ്കിൽ എതിരായിട്ട് വന്നതാ. അവിടെ ഒരു ഹിന്ദുത്വം അവിടെ ഇല്ല. ഈ പറഞ്ഞ വസുന്ധര രാജെ, ഞങ്ങളെ MESന്റെ നമ്മൾ പലരും രാജസ്ഥാനിൽ പോയതാ. 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് രാജസ്ഥാനിൽ നമ്മളോട് പറയുന്നുണ്ട് എന്തെന്ന് ഇവർ തോറ്റ് തൊപ്പിടും, ഗോലോട്ട് തൊപ്പിടും എന്ന് 13 മുസ്ലിം MLA പറയുന്നുണ്ട് തോക്കുന്നു. അവര് പോലും. അപ്പൊ ദുർഭരണങ്ങൾ എഴുത്തിനെ മീഡിയ തരംഗം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. പഠിക്കണം കാര്യങ്ങൾ. അതിനപ്പുറത്ത് ഒരു തരംഗവും മോഡിയുടെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ഇന്ത്യയിൽ നടക്കാനും മോഡി ഇനി ഭരണത്തിൽ കയറിയാൽ തന്നെ പ്രാദേശിക പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി മാത്രം NDA മതി. പഴയ NDAയുടെ ഗതി. NDA കാലത്തല്ലേ MES മെഡിക്കൽ. അന്ന് സുഷമ സ്വരാജ് ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സുഷമ സ്വരാജിനെ പോയി കണ്ട് പല കാര്യങ്ങളും. അപ്പോ ഇല്ല, അങ്ങനെ ഭയപ്പെടേണ്ട ഒരു ആവശ്യം സംഭവിക്കാനും പോണില്ല. പോണെന്ന് വെച്ചാൽ ഈ അടുത്ത് നടത്തി ഞാൻ മോഡി പ്രസംഗിക്കണൊക്കെ ഭയങ്കര രസം. ശ്യാമാ ഹിന്ദുത്വയുടെ പിതാവാണ് ഇന്ത്യ. എവിടെ പറഞ്ഞുതരാം. ഈ ശ്യാമാ അശുതോഷ് മുഖർജി കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് അശുതോഷ് മുഖർജിയുടെ മകനാണ്. വയസ്സിൽ ശ്യാമാപ്രസാദ് മുഖർജി കൽക്കട്ട യൂണിവേഴ്സിറ്റി. അദ്ദേഹം അസംബ്ലിയിൽ മെമ്പറായി, ബംഗാൾ ക്യാബിനറ്റിൽ മെമ്പറായി. അദ്ദേഹത്തിന്റെ മിടുക്ക് കണ്ടുകൊണ്ട് അദ്ദേഹത്തെയും അംബേദ്കറെയും ക്ഷണിച്ചു. അവർ കോൺഗ്രസ്സുകാരായിരുന്നില്ല. വെച്ചിട്ട് അവിടെ കോൺഗ്രസുമായി തെറ്റിയിട്ട്, അദ്ദേഹം കാരനായിരുന്നു, അദ്ദേഹം കോൺഗ്രസുമായിട്ട് തെറ്റിയിട്ട് നിർദ്ദേശപ്രകാരം ജനസഭ ആ മോഡിയെ പറ്റിയിട്ട് അല്ല ഹിന്ദുത്വയുടെ പിതാവിനെ പറ്റിയിട്ട് ജനിച്ച ശ്യാമാ പ്രസാദ് വർമ്മയാണ്. അങ്ങനെയുണ്ട്. PK അബ്ദുൽ ഗഫൂർ ഞാൻ ഈ സ്റ്റേജിൽ കയറിയിരിക്കുന്നു. ഇതുമാതിരി പല ബ്ലണ്ടറുകളും ഭരണത്തിലെത്തും. ഇന്ത്യ ഭരിക്കാന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ഭരിക്കുക. ഇന്ത്യ ഭരിക്കാന്ന് പറഞ്ഞാൽ അറിയാനുണ്ട്, ഒരുപാട് വാക്യങ്ങൾ അറിയാനുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാൾ ഒരു കുഴപ്പമില്ലല്ലോ. പ്രധാനമന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, അതോടുകൂടി തീർന്നിട്ടല്ലോ. അപ്പൊ ഇത് വലിയ ഭയപ്പെടേണ്ട കാര്യമായിട്ടില്ല. ഇത് കോൺഗ്രസിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരോട് കഴിഞ്ഞ ഇലക്ഷൻ അവരുടെ നിർഭാഗ്യവശാൽ പ്രാദേശിക നേതാക്കന്മാരില്ലാതെ ഉള്ളവന്മാരില്ലാതാക്കേണ്ട പണിയും നോക്കി. മമതാ, ജഗൻമോഹൻ റെഡ്ഡി ല്ലേ അവരെല്ലാം ഇല്ലാതാക്കി. അത്തരത്തിലുള്ളൊരു ഉള്ളത്. അപ്പോ ഇതൊന്നും നമ്മൾ ഏതായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഇന്നലത്തെ സംഭവം പഴയ ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കിടക്കാണ് പലരൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾക്ക് ഒരു തെറ്റായ ധാരണ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, എന്തോ ശരീഅത്താണ്. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരം നമ്മുടെ ആൾക്കാർ തന്നെ പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങൾ. ഞാനൊരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നത് 2 ആഴ്ച മുമ്പ്. അപ്പോഴാണ് ഇന്റർവ്യൂവിന്റെ ചരിത്ര ഇന്റർവ്യൂ
ഞാൻ വെറുതെ എടുത്തിട്ട് ചോദിച്ചു, അങ്ങനെ എത്ര നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്? 56 മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്തുള്ള 4 രാഷ്ട്രം മാത്രമുള്ളൂ ഭരണഘടന രാഷ്ട്രങ്ങൾ. ഞാൻ ഇനി പറഞ്ഞുതരാം. ഒന്ന് സൗദി, അവിടെ ജനാധിപത്യം തന്നെ ഇല്ലല്ലോ, ഭരണമാണ് നടക്കുന്നത്. കുറ്റം കണ്ടിട്ട് കാര്യമൊന്നുമില്ല, അവിടെ ജനാധിപത്യം ഒന്നുമില്ല. ആൾക്കാരൊക്കെ ഒരു അത് ഇസ്ലാമിയമല്ല. ഇസ്ലാം അനുവദിക്കുന്ന രാജഭരണം ആണെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യാം. 2, ഷിയായിറ്റ് രാജ്യമായിട്ടുള്ള, അത് മുഖ്യധാര ഇസ്ലാമിൽ പെട്ടതല്ല. ഷിയായിറ്റ് ഭരണമാണ് ഇറാനിൽ നടക്കുന്നത്. ഷിയായിറ്റ് റിപ്പബ്ലിക്കാണ്. അതേമാതിരി 2 3 പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്. പക്ഷെ പാകിസ്ഥാന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. 47 അസംബ്ലി പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ജിന്ന പുതിയ രാജ്യത്തിന്റെ ഗവർണർ ജനറലായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? യുവർ മോസ്, യു ആർ ഫ്രീ ടു ഗോ, യു ആർ ഫ്രീ ടു വർഷിപ്പ്, ബിക്കോസ് ഇൻ ദിസ് നേഷൻ റിലിജൻ. മുഹമ്മദ് 2 ആഴ്ച മുമ്പ് വരെ, 2-3 ആഴ്ച മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോന്റെ ആ ജിന്നയോട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിതാവ് പോയിട്ട് പാകിസ്ഥാനൊക്കെ കിട്ടിയല്ലോ നമുക്കതൊരു ഇസ്ലാം ജിന്ന എടുത്തു വയ്ക്കുന്ന എയിം ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ല. സംഭവം ചരിത്രത്തിൽ ഉണ്ടായ ചില തർക്കങ്ങളുടെ ഭാഗം മാത്രമല്ല. നമ്മൾ ആരും പാകിസ്ഥാൻ ചോദിച്ചു വരേണ്ടി വന്നു. അതുകൊണ്ട് ആക്കാൻ ജിന്ന മൗദൂദി പുറത്തിറങ്ങിയിട്ട് എന്താ പേര്? ജിന്നയുടെ പേര് ഖൈദി ആസം, ദ ഗ്രേറ്റ് ലീഡർ. ഖൈദി ആസമാണ്, ദ ഗ്രേറ്റ് കാഫറാണ്. പിടിച്ചു ജിന്ന അകത്തിട്ട് അല്ല, ജിന്ന അകത്തിട്ടവര്. ഇസ്ലാമിക രാഷ്ട്രം ജനറൽ സിയാഉൽ ഹക്കിന്റെ കാലഘട്ടത്തിലാണ്. സിയാഉൽ ഹക്ക് ഭുട്ടോവിനെ തൂക്കിക്കൊന്നപ്പോ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ച സംഭവമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിങ്ങൾ പാകിസ്ഥാൻ ടിവിയോ നിങ്ങളൊക്കെ നോക്കി അങ്ങനത്തെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഫിലിം ഇൻഡസ്ട്രി ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കാട്ടും വലിയ ഫിലിം പാകിസ്ഥാൻ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കരമുണ്ട്. വനിതാ ന്യൂസ് റീഡേഴ്സ്. പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ബനസീർ. അപ്പോ ഒരു സ്റ്റേറ്റ് മാത്രമാണ് പിന്നീട് ഇസ്ലാമിക്. ജിന്നയുടെ തന്നെ രാഷ്ട്രവാദത്തിനെതിരെ ബംഗ്ലാദേശിൽ റിപ്പബ്ലിക്കാണ്. സെക്കുലർ ഡെമോക്രാറ്റിക് ഭരണഘടനമായി തന്നെയാണ് അവിടുത്തെ ഭരണഘടന. അവിടുത്തെ സ്ത്രീകൾക്കുള്ള സ്ഥാനത്തെ പറ്റി പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ സ്ത്രീകളില്ല. അവിടുത്തെ വാജിദ്, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി ഷൗക്കത്ത്, ഫോറിൻ മിനിസ്റ്റർ ദീപു മോനി, ഷെറീൻ ചൗധരി, 5 പേരും പെണ്ണുങ്ങൾ. ഹസീന വാജിദ് പറഞ്ഞത് നമ്മൾ ലോക ചരിത്രം സൃഷ്ടിച്ചിരിക്കും, എല്ലാ പോസ്റ്റുകളും ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ അതൊരു മോഡേൺ റിപ്പബ്ലിക്കാണ്. അവിടെ ഒരു സംഘത്തെ അവിടെ മിനിസ്റ്റർമാർ സമുദായങ്ങളുള്ളവരൊക്കെ മിനിസ്റ്റർമാരായിട്ടുണ്ട്. രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ രാജ്യം മുസ്ലിം രാജ്യമാണ് ബംഗ്ലാദേശ്. മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. അതൊരു സെക്കുലർ റിപ്പബ്ലിക്. നമ്മുടെ മാതിരി അറബി പ്രേമ പേര് ആളുള്ളത്, അവർക്ക് അവരുടേതായിട്ടുള്ള പേരുണ്ട്, അവരുടേതായിട്ടുള്ള പേരുകളാണ് അവർ. അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പേര്, അവിടുത്തെ സ്ത്രീ മേഘാവതി പുത്രി ഇമ്പോർട്ട് ചെയ്ത OBC നേതാവാണ്. അല്ല, അവര് സുകാർണോവിന്റെ മകളാണ്. അവരുടെ മേഘാവതി സുകാർണോവിന്റെ പുത്രി എന്നാണ്. ആ രാജ്യത്ത് വെറുതെ പ്രതിഭ പട്ടേലിനെ മറ്റേ ഡമ്മിയൊന്നുമല്ല അവിടെ ഭരിക്കുന്നത്, ഒറിജിനൽ പ്രസിഡന്റ്. ടർക്കിയിൽ
അപ്പൊ ഇതൊരു ഇസ്ലാമിക പേരാണോ അല്ലയോ? അവര് സെനകളിൽ ഭയങ്കര രസമുള്ള പേരുക മാഡം ബോയ. മുസ്ലിമോ? അവർക്കൊരു കുഴപ്പം, അവര് മുസ്ലിമായിട്ട് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ട്. കിർഗിസ്ഥാനിൽ റോസ എന്തൊരു പേരാണ്, അവര് മന്ത്രിയായിരുന്നു. നിങ്ങളെല്ലാം മലേഷ്യയിൽ പവർ ഷെയറിംഗ് അഗ്രിമെന്റ് ഉള്ള, അവിടെ ഇത്ര ക്കാരും ബാക്കിയുള്ള അവരുടെ പേരും പറഞ്ഞാൽ അവരുടെ പേര് നമ്മൾ അവരുടെ പേര് മലയാളമല്ല, അവരുടെ പേര് അവരെ വിളിക്കുന്ന ഭൂമിപുത്രകൾക്ക് ഇത്ര. നമ്മൾ പറയുമല്ലോ മണ്ണിൻ, അതൊരു ദ്രാവിഡ വാക്കാണ്, മണ്ണിന്റെ മക്കൾ. സംസ്കൃതമാണ് ഭൂമിപുത്ര. ആ ഭൂമിപുത്രകൾക്ക് ഇത്ര. ചൈനക്കാർ മുസ്ലിങ്ങളല്ല, അവർ മലയസ് എന്ന് പറഞ്ഞ നൻപറുകൾ ഇത്ര സംഭവം. അവരുടെ സുഖമായിട്ട് രാജ്യം എത്ര വർഷമായിട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതൊരു സെക്കുലർ രാഷ്ട്രമാണ്. മനസ്സിലായല്ലേ ഇങ്ങനത്തെ ഇതൊന്നും. ഇനി ഈ വശത്തോട്ട് വന്ന അറബ് രാജ്യങ്ങൾ, ഈ 20 കോടി ഇന്ത്യൻ കോടി മലേഷ്യയിലും 15 കോടി ബംഗ്ലാദേശ് കോടി പാകിസ്ഥാനിലും ബാക്കി 10-15 പിന്നെ ബാക്കി ആരവിടെ മുസ്ലിമായിട്ടുള്ളത്? പിന്നുള്ള അറബ് രാഷ്ട്രങ്ങളിലാണ്. പറ്റി ചിന്തിക്കുകയാണ് നമുക്കൊരു തെറ്റായതെന്നുള്ള നമ്മുടെ ധാരണ. ഇതാക്കത്തി അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖ്യ അറബ് രാഷ്ട്രങ്ങൾ, അതായത് ഈജിപ്റ്റ്, ഇറാഖ്, രാഷ്ട്രങ്ങൾ അവരാണ്. സൗദി അറേബ്യയിൽ വെറും 3 കോടി ജനങ്ങൾ, കേരളത്തിൽ അറേബ്യയിലില്ല. ഈ രാഷ്ട്രീയം പഠിക്കണം നമ്മൾ. വിമുക്തമായതിനു ശേഷം ഒന്നും പ്രഖ്യാപിച്ചില്ല. അവർ അറബ് സോഷ്യലിസം പേരുണ്ട്, ബാത്തിസം അല്ലെങ്കിൽ നാസറിസം. ബാത്ത് എന്ന് പറഞ്ഞാൽ അറബ് നാഷണലിസത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്നത് ആളാണ്. അയാൾ ക്രിസ്ത്യാനിയാണ്. അതേമാതിരി തന്നെ അതിൽ ആളാണ് താരിഖ് അസീസ്. അയാളും ക്രിസ്ത്യാനി മന്ത്രിയായിരുന്നു. അയാളും ക്രിസ്ത്യാനിയാണ്. വർഗീയതയും ജാതി മതമൊന്നുമില്ലല്ലോ അല്ലേ? മുസ്ലിം ഈജിപ്തിനെ ഒരു ഉദാഹരണം കാലഘട്ടത്തിൽ സെക്കുലർ റിപ്പബ്ലിക്കാണ്. കാലഘട്ടത്തിൽ ഹൊസ്നി മുബാറക്, അൻവർ സാദത്തിന്റെ കാലഘട്ടത്തിലൊന്നും പറ്റിയില്ല. അവിടെ രാഷ്ട്രീയമാണ് വന്നത്, വേറെ വിഷയമാണ്. രാഷ്ട്രീയത്തെ അട്ടിമറിച്ചുകൊണ്ട് സ്വച്ഛാധിപത്യം അവര് ജനം നീക്കിപ്പോകും. ലോകത്തിലൂടെ അവർ പലരെയൊക്കെ നീക്കി. പക്ഷെ അവര് ആ തത്വശാസ്ത്രം സോഷ്യലിസം എന്ന് പറയുമ്പോൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഭവം. ആ മുസ്ലിങ്ങളായ എന്റെ സുഹൃത്ത്, ഞാൻ ഈ കിതാബൊന്നും ഞാൻ അധികം പറയാറില്ല. കഴിഞ്ഞാൽ പിന്നെ പണ്ഡിതന്മാരെന്ന് ഓടി വരും പറയണ്ടാവുന്ന അവർക്ക് ചാലഞ്ച് ചെയ്യാനും പറ്റും. മുഹമ്മദ് നബി അദ്ദേഹത്തിന് ക്രൈസ്തവ ഭാര്യമാരുണ്ട്. ക്രൈസ്തവ ഭാര്യ ജുവരിയും സഫിയും. എന്തുകൊണ്ടാ ബുക്ക് എന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ ഏകദൈവ വിശ്വാസി. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനിയെ ആരും അതിനെ കൊണ്ട് ആവേശം കൊള്ളണ്ട. സ്കൂളിൽ കുറെ ടീച്ചർമാരും കുറെ MES പറയാം, ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, പ്പെട്ടവരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. കിതാബിൽ പറഞ്ഞു. കിതാബിലുള്ളതൊക്കെ മറ്റുള്ളവരെ കല്യാണം മാത്രമേ. ഈ ചങ്ങായിമാർ മതം മാറണ്ട. കല്യാണം കഴിക്കാൻ പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, ഒരു കുഴപ്പം. ഇവിടുത്തെ നമ്മുടെ കേന്ദ്ര നേതാക്കന്മാർ കെട്ടിയെന്നൊക്കെ നമുക്ക് എല്ലാം അറിയാലോ. ഇവിടുത്തെ ഒരു നേതാവിന്റെ ഒരു മകൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വിളിക്കുമ്പോ ഒരു പെൺകുട്ടിയെ ഈ ചങ്ങായി കണ്ടു, ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ് നിങ്ങൾക്ക്. അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ടു. ഇവിടെ ഒരു സംഭവം, ഒരു ചുക്കും നടന്നില്ല. MES അഡ്മിനിസ്ട്രേറ്റർ സൈഡായിട്ട് ജോലി ചെയ്യുന്നു. അവര് മതം മാറിയിട്ടില്ല, അവരുടെ പേരും മാറിയിട്ടില്ല.
എന്നാണ് അതിന്റെ പേര്, ഇതല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാം തന്നെ പറയുന്നത് നിങ്ങൾക്ക് സഹവാസമാവാം, ബന്ധമാവാം. അതിന് ചില പ്രധാനപ്പെട്ട MLA വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്വാഗതം ചെയ്യുന്നു. അഭ്യുദയകാംക്ഷിയായ മികച്ച സാമൂഹിക ഉടമയും ജനസേവകനുമായ ശ്രീ MLA അവർകളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിക് ഖുർആൻ ഉണ്ട്. കോപ്റ്റിക് ക്രിസ്ത്യൻ, ഈജിപ്തിലെ ക്രിസ്ത്യാനികളുടെ പേര് ഓർത്തഡോക്സ് ചർച്ചിൽ, റോമൻ കാത്തലിക് അല്ല, അവർ കോപ്റ്റിക് ക്രിസ്ത്യൻസ്. ആയിട്ടുള്ള ഒരു പെണ്ണ് മറിയത്തിലാണ് റസൂലിന് ഒരു പുത്രൻ ഉണ്ടായത്, മരിച്ചിരിക്കുന്നത്. പഠിക്കാം, വെറുതെ ഇതൊക്കെ ഒന്ന് അടിച്ചു വിടണമല്ലേ എന്നുള്ളത് പേര്. അപ്പൊ മറിയം എന്ന് പറഞ്ഞ മറിയ തന്നെ മേരി